നല്ല നമസ്കാരം. ഞാനിപ്പോൾ തിരിച്ച് കണ്ണൂരിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ഞാൻ ഇവിടെ മുളോളം ശിവക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ അക്കിളിത്ത് അമ്പലത്തിലേക്ക് പോകാനായിരുന്നു വന്നത്. പക്ഷേ ഇവിടെ വെച്ച് മഹാദേവൻ എന്നെ പിടിച്ചു നിർത്തി ഇവിടെ ചിത്രീകരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനാലേ ഞാനിവിടെ ക്ഷേത്രത്തിൽ കയറി. ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ യാദർശ്യമായിട്ട് ഇവിടെ പെട്ടെന്ന് ഇവിടുത്തെ പ്രസിഡന്റ് എന്തോ ഒരു ആവശ്യത്തിന് ഇവിടെ വന്നതാണ്. കാരണം ഭഗവാൻ എല്ലാം അതിനു മുമ്പേ ഒരുക്കി വെച്ചിരിക്കുന്നു എനിക്ക് വേണ്ടി. ഈ കാര്യങ്ങൾ, ഈ ക്ഷേത്രത്തിലെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ പറയാൻ വേണ്ടി. ഞാൻ ഏകദേശം ഒരു 2:30 മണി ആകുമ്പോഴാണ് ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ എത്തിയത്. അപ്പം ഇവിടെ ഞാൻ കയറി നോക്കുമ്പോൾ അദ്ദേഹം, ഞാൻ വിചാരിച്ചു അവിടുത്തെ എന്തൊക്കെയോ മെറ്റീരിയൽ വർക്ക് ചെയ്യാൻ വേണ്ടി വന്ന ആളാണെന്ന് കരുതി. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റാണ്, എന്ത് കാര്യമാണ് അറിയേണ്ടതെന്ന് വെച്ചു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് വ്യക്തമായും പറഞ്ഞു മനസ്സിലാക്കി തന്നു. അപ്പം നമുക്ക് ആ കാഴ്ചകൾ കണ്ടിട്ട് വേഗം വരാം. മുളോളം ശിവക്ഷേത്രമാണ്. അതീവ പോസിറ്റീവ് എനർജിയുള്ള ക്ഷേത്രമാണ്. ധാരാളം പെൺകുട്ടികളെ കല്യാണം നടന്നിട്ടുണ്ട് ഇവിടുന്ന്. അതുപോലെ ധാരാളം സന്താന സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട്, മംഗല്യ സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ജോലി സംബന്ധമായ സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാര്യതടസ്സങ്ങളും ഇവിടെ നീങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം അത് മാത്രമല്ല, ഇവിടുന്ന് നിത്യ അന്നദാനം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇവർ നോക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം എല്ലാ തിരുവാതിര നാളിലാണ് അന്നദാനം കൊടുക്കുന്നത്. ക്ഷേത്രനട കണ്ടപ്പൂട്ടിയിട്ടല്ലേ ഉള്ളത്. അപ്പോൾ ഇനി ക്ഷേത്രനട തുറക്കേണ്ടിക്ക് 5:30 മണിയോളം ആകും. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ ബാക്കിയൊക്കെ ഓരോന്ന് കണ്ട് ഇങ്ങനെ വരാം. അതിനിടയിൽ നമുക്ക് പ്രസിഡന്റിനോട് ഈ കഥകളും ഇതിൻ്റെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. എന്നാൽ നല്ല നമസ്കാരം. നമുക്ക് കാഴ്ചകൾ കണ്ട് വേഗം വരാം. ഇത് വനശാസ്താവാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്നത് വനശാസ്താവാണ്. ഉള്ളോട്ട് അങ്ങനെ സൂം ചെയ്ത് കാണിച്ചു തരാൻ കഴിയില്ല, അങ്ങനെ കാണിക്കാനും പാടില്ല. ഞാനൊരാൾ കാണിക്കുമ്പോൾ മറ്റുള്ളവരും അതുപോലെ ചെയ്താലും, അതുകൊണ്ടാണ് കാണിക്കാതെ കേട്ടോ. നിങ്ങൾക്ക് കാണുന്ന വ്യക്തമായ ഭഗവാന്റെ മുഖം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ വന്നാൽ മതി. എന്നാലേ ഭഗവാനെ കാണാൻ പറ്റും. ഇത് നമ്മളെ മോഹനാട്ടനാണ്, ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ് അല്ലേ? പിന്നെ മോനാട്ടനാണ് ഇപ്പം ഭഗവാൻ ഇവിടെ കൂടെ നിർത്തിയ പോലെ മോനാട്ടൻ ഇവിടെ കൂടെ നിർത്തി തന്നതാണ്. മോനാട്ടനാണ് ഇപ്പോൾ ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. നമുക്കത് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മളിവിടെ പിന്നെ വരാനൊരു കാരണം എന്താ വെച്ചാൽ, ഇവിടെ ഒരു അന്നദാനശാല എടുക്കുന്നുണ്ട്. ഇത് എങ്ങനെ നിങ്ങൾ അന്നദാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മളിപ്പോൾ ഇവിടെ തിരുവാതിരക്ക് എല്ലാ മാസത്തെയും തിരുവാതിരക്കാണ് ഇവിടുന്ന് അന്നദാനം കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ആ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ്. ഇത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് വരുന്നത് അല്ലേ? അപ്പം ഇത് നാട്ടുകാരും ഇവിടെ മോനാട്ടം പോലുള്ള കുറേ നല്ല മനുഷ്യരും കൂടിയിട്ടാണ് ഇതിനു വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ആക്കുന്നത്. പക്ഷേ വഴിക്ക് വെച്ചിട്ട് നിന്ന് പോയിട്ടാണുള്ളത്. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ എത്രയോ പേർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കുകയെന്ന് വെച്ചാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്കും അതിൽ എന്തെങ്കിലും പങ്കുചേരാനുണ്ടെങ്കിൽ ഞാൻ ഇതിന് നമ്പറും ഫോൺ നമ്പറും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ അടിയിൽ പിന്നീട് കൊടുക്കാം. പിന്നെ മോനാടെ കൊണ്ട് തന്നെ ആ നമ്പർ പറയിപ്പിച്ചുതരാം. പിന്നെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ വഴി മാർഗ്ഗങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ അതിലിടയിൽ നമുക്കൊന്ന് ക്ഷേത്രം ചുറ്റി കണ്ടിട്ട് വേഗം വരാം. നല്ല നമസ്കാരം.
ആ ഇത് നാഗസ്ഥാനാണ്. പിന്നെ അശോകത്തിൻ്റെ മരം കണ്ടെങ്കിൽ ഇത് നാഗസ്ഥാനാണ്. ഇവിടെ നാഗചിത്രകൂടം പ്രതിഷ്ഠിച്ച് കാണാം. ഇത് അതിപുരാതന കാലത്തേ ഉള്ളൊരു ക്ഷേത്രമാണ്. പിന്നെ ഇവിടെ നാഗസങ്കല്പം എന്ന് പറഞ്ഞാണ് അവർ വെച്ചിട്ടുള്ളത്. ഇതെന്ത് കൈയുടെ വീണ്ടും കണ്ടേ? ചക്കക്കുരുവാ? അശോകത്തിൻ്റെ കുരുവാ? മുളക്കും അത് അല്ലേ? തയ്യാവും അല്ലേ? ആ തയ്യായിട്ട് കാണുന്നുണ്ട് അത്. ഇത് കണ്ടോ നിങ്ങൾ? അശോകത്തിൻ്റെ കുരുവാണ് കേട്ടോ. ആ ചക്കക്കുരു പോത്തിനുണ്ട്. ഞാനതാ വെച്ചേ. ഞാൻ കുരു ആദ്യമായിട്ട് കാണുന്നു ഞാൻ. ആ അതെ അതെ, ഇത്ര പൈസ അല്ലേ? ഇതുണ്ടോ? ഇതാണ് അശോക പൂവിൻ്റെ കുരു. അശോക പൂവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സീതാമാതാവ് ഇരുന്നെന്ന് പറയുന്ന മരമില്ലേ, അതിൻ്റേതാണ് കേട്ടോ. ഇതാന്ന് അവിടെ പിടിച്ചോ. ഞാൻ എടുക്കുന്ന കുഴപ്പമില്ല. ഒരു ക്ഷേത്രത്തിൽ കൊടുക്കാനോ? വീട്ടിലേക്കല്ല. ഓ പിന്നെ അല്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കാമല്ലോ. ഇതിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ കൊടുക്കാൻ തന്നെയാണ്. നമ്മളെപ്പോലെ ഒരാളിങ്ങനെ കൊടുത്തിട്ടാണ് ഓരോ സ്ഥലത്ത് ഓരോന്ന് വെക്കുക. ഇത് 2 വീഡിയോ ഉണ്ടാവും. ഷോർട്ട് വീഡിയോ ഉണ്ട്, മറ്റേ വലിയ വീഡിയോ ഉണ്ട്. ഷോർട്ട് വീഡിയോ പെട്ടെന്ന് വരും. വലിയ വീഡിയോ വരേണ്ടൊക്കെ എഡിറ്റിംഗ് ചെയ്തിട്ട് സ്റ്റുഡിയോ പോയിട്ടും വരില്ല. ഇവിടെ ഉള്ളത് പാർവതി ദേവി ഈ സ്ഥാനം അടുക്ക പാർത്ഥസാരഥി. ഇത് പിന്നെ നമ്മൾ മുന്നിൽ ഗണേശൻ്റെ ഒരു ഇത് രൂപം കാണാം. എന്ന് വെച്ചാൽ പാർത്ഥസാരഥി ക്ഷേത്രമാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഭഗവാന സങ്കല്പം ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ അതിസുന്ദരമായ ഒരു ക്ഷേത്രം, ഒരു കുഞ്ഞു ക്ഷേത്രം. ഇത് ഗോശാല എന്ന് പറയും. ഭഗവാന്റെ പിന്നെ പൈക്കിടാങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. തൂണ് നിർമ്മിച്ചിരിക്കുന്നത് 21 കൗക്കോലാണ് ഉള്ളത്. നല്ല വൃത്തിയിൽ അതിൻ്റെ ആശാരി പണിയെടുത്തിട്ടുണ്ട്. ഇതിൽ ചിത്രപ്പണിയൊക്കെ ഉണ്ട്. ചിത്രപ്പണിക്കൊക്കെ അന്ന് സമയം പിടിക്കുക. പിന്നെ ഇതിന് പറയുന്നത് താമരമുട്ട്. ഇത് താമര മുട്ട് സ്ക്രൂ ആണ് കേട്ടോ. ഇത് വിളക്ക് തൂക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നിന് തന്നെ വലിയ പൈസ, പിച്ചളക്ക് വലിയ പൈസയാണ്. പിച്ചള വെച്ച് കഴിഞ്ഞാൽ കറുപ്പ് അടിച്ചാലും പെട്ടെന്ന് കറുപ്പ് അടിച്ചാലും